ഹായ് ഗായ്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആക്ട് മഹി. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മാർവലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ്. ആസ് എ മാർവൽ ഫാൻ, മാർവലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. പല പടങ്ങളും ആറ്റം ബോംബായിക്കൊണ്ടിരിക്കുകയാണ്. സീരീസുകളൊന്നും ഒരു നിലവാരം പുലർത്തുന്നില്ല. ലോക്കിയാണ് ആകെയുള്ളൊരു ആശ്വാസം. ഒരുപാട് സന്തോഷമായി ലോക്കി കണ്ടപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡെഡ്പൂൾ 3. ഡെഡ്പൂൾ 1 and 2 നല്ല ഹിറ്റായിരുന്നു. 3 എന്തായാലും സേഫായിരിക്കും. നല്ലൊരു പടമാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിന് ഒരുപാട് പ്രതീക്ഷ കൂട്ടുന്നൊരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, ഡെഡ്പൂളിൻ്റെ ഒപ്പം നമ്മുടെ വോൾവറിൻ തിരിച്ചു വരുന്നുണ്ട്. അതും യെല്ലോ ആൻഡ് ബ്ലൂ ക്ലാസിക് വോൾവറിൻ ഷൂട്ടിൽ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ വോൾവറിൻ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സിനിമയെ ബേസ് ചെയ്തിട്ട് ഒരു ഹെൽമെറ്റ് നമ്മളിന്ന് 3D പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെഡ്പൂളിൻ്റെ ഹെൽമെറ്റാണ് നമ്മൾ 3D പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വോൾവറിൻ്റെ ഹെൽമെറ്റ് പ്രിൻറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് കമൻസൊക്കെ വോൾവറിൻ ഹെൽമെറ്റിനെ പറ്റി വരികയാണെങ്കിൽ ഓബ്വിയസ്ലി ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമുക്ക് ഡെഡ്പൂളിൻ്റെ ഫയൽ തപ്പണം. അപ്പോൾ Do3D എന്ന് പറഞ്ഞ സൈറ്റിൽ ഒരു അടിപൊളി ഫയൽ എടുക്കുന്നത്. നമുക്ക് ആദ്യം ആ ഫയലൊന്ന് പോയി കാണാം. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. സോ നമ്മൾ ഫയൽ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു Do3D എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഫയൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മിക്കവാറും എല്ലാ ഹെൽമെറ്റ് ഫയൽസും വരുന്ന ഒരു സൈറ്റ് ഇതാണ്. ഇതൊരു പെയ്ഡ് സൈറ്റാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ കിട്ടിയാലേ ഉള്ളൂ. ഞാൻ ചെയ്തേക്കുന്ന മിക്കവാറും എല്ലാ വീഡിയോയും തന്നെ പെയ്ഡ് ഫയൽസാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഡെഡ്പൂളിൻ്റെ ഫയൽ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡെഡ്പൂൾ. അപ്പോൾ ആരും നമ്മൾ ഡെഡ്പൂൾ സെർച്ച് ചെയ്യുക. ഡെഡ്പൂൾ ബേസ്ഡായ എല്ലാ ഫയൽസും വരും ഇവിടെ. ഡെഡ്പൂളിൻ്റെ കറ്റാനയുണ്ട്, ലേഡി ഡെഡ്പൂളുണ്ട്, അതുപോലെ ഡെഡ്പൂളിൻ്റെ ഒരു ആർമറുണ്ട്. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ. ഞാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഇതാണ്. അപ്പോൾ അതിന് ഇന്ന് $29 വില. അതിന് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് കാരണം ഒരു 50% ഓഫുണ്ട്. അപ്പോൾ ഒരു $14 അടുത്ത് വിലക്ക് കിട്ടും. ഒരു 10,200-300 രൂപ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം 4 സെറ്റ് ഓഫ് ഐസുണ്ട് പല എക്സ്പ്രഷൻസിന് വേണ്ടി. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഫയലാണ്. അപ്പോൾ നമുക്ക് കണ്ണ് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം പല എക്സ്പ്രഷൻസ് കാണിക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. 8 പീസായിട്ടാണ് ഈ ഹെൽമെറ്റ് സ്പ്ലിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഭയങ്കര ജീനിയസായ ഏതൊരു മനുഷ്യനാണ് ഡിസൈൻ ചെയ്തേക്കണേ. കാരണം ഈ സീം ലൈൻസ് കാണില്ലാത്ത രീതിയിൽ മാഗ്നറ്റ്സ് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒട്ടിക്കഴിയുമ്പോൾ ഒരൊറ്റ പീസായിട്ടേ തോന്നുള്ളൂ. കിടിലും ഫയലാണ് ഡിസൈൻ ചെയ്തേക്കണേ. ഇതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ഡെഡ്പൂളിൻ്റെ ആ ഒറിജിനൽ ഫാബ്രിക് ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്ത് മാസ്ക് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കുള്ളൊരു ഫയലാണിത്. അപ്പോൾ ഇതിന് നിറയെ പോൾസ് ഇട്ടേക്കാണ് വെൻറ്റിലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് തുണി ഒട്ടിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഡെഡ്പൂൾ മാസ്ക് ഉണ്ടാക്കാം. അത് വേണ്ടാത്തവർക്ക് സാധാ പ്ലാസ്റ്റിക്കിൽ തന്നെ പ്രിൻറ്റ് ചെയ്യാം. വേറൊരു പ്രത്യേകത ഈ മാസ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിനൊരു ഫാബ്രിക് ടെക്സ്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ നല്ല കിടിലൻ ഫയലാണ്. അപ്പോൾ ഇതാണ് ഫയൽ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. You break me, feel it in my bones. I'm about to lose control. Only so much I'm taking, so get yourself to safety, 'cause baby a storm is coming. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫയൽസ് എല്ലാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മെയിൻ പോർഷൻ. ഇത് വളരെ ജീനിയസായ ഒരു മനുഷ്യനായിരുന്നു ഡിസൈൻ ചെയ്തേക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഒരു സീം ലൈൻസ് ഹൈഡ് ചെയ്തേക്കണത് എത്ര പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ആ ഫയൽ എന്താ അറിയാം. ഇതിൽ കൂടെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് കൊടുത്തേക്കുവാണ്. അപ്പം ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സംഭവങ്ങളുണ്ട്. സൈഡ് പാനൽ വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കൊരു ഗ്യാപ്പ് പോലും തോന്നാത്ത രീതിയിൽ ഇത് അടഞ്ഞു പോകും. ശരിക്കും ഡെഡ്പൂളിൻ്റെ ഷൂട്ടിലെ ഹെൽമെറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. അത് പ്ലാസ്റ്റിക്കിൽ അവരത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ സൈഡിൽ ഒരു പീസ് വരും, കാണിച്ചില്ലേ. അപ്പോൾ ഇത്ര ആകുമ്പോൾ തന്നെ ഫ്രണ്ട് ഫുള്ള് ഓക്കെ ആവും. പിന്നെ ബാക്കിനുള്ളൊരു പീസാണ്, അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കാണിക്കാം. ഇഷ്ടമല്ല, കാന്തം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടേ. അപ്പോൾ ഇതാണ് ബാക്കിലത്തെ പീസ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹെൽമെറ്റ് റെഡിയായി. വാഗൻസ് മാത്രം കൊടുത്ത് പെയിൻറ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ കണ്ണിൽ 2 പോർഷൻ വരും. അത് ഞാൻ കാണിച്ചായിരുന്നു. പലതരം എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എക്സ്പ്രഷൻ സെലക്ട് ചെയ്യാം. ഡെഡ്പൂൾ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ണ് വെച്ചാണ്. അപ്പോൾ പല സൈസിലുള്ള കണ്ണുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ നോർമലായ ഒരു കണ്ണാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കണത്. പിന്നെ അറിയാൻ കാന്തം വെച്ചാണല്ലോ നമ്മൾ കളക്ട് ചെയ്യണേ. അതുകൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഒന്നും നമ്മൾ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മളത് ഒരു കുറച്ച് എക്സ്പ്രഷനും കൂടി പ്രിൻ്റ് ചെയ്ത് എന്തായാലും ഒരു റീലായിട്ട് നമ്മൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും. പക്ഷേ തൽക്കാലം ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു എക്സ്പ്രഷൻ മാത്രമേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചേക്കാം. എല്ലാം പോച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തേക്കുന്ന എക്സ്പ്രഷൻ. വളരെ നോർമലായ ഇങ്ങനെയാണോ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തേക്കുന്ന എക്സ്പ്രഷൻ. വളരെ നോർമലായ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇതെല്ലാം മാഗ്നറ്റ് വെച്ച് ഒട്ടിച്ച് വന്നാലാണ് ഇത് മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മാഗ്നറ്റ് ഒട്ടിക്കാൻ പോവാം. Oh, so suddenly a poison the air I breathe. But if you don't hate me, then why would you break me? Feel it in my bones, I'm about to lose control. Only so much I'm taking, so get yourself to safety. Cause baby, സോ ഗൈസ്, അങ്ങനെ നമ്മൾ മാഗ്നറ്റ്സ് എല്ലാം വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. സോ ഇതിലേക്കൂടെ മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മെയിൻ പോർഷൻസിലും നിറയെ മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പം ഇത് വളരെ സിമ്പിളാണ് അസംബിൾ ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ഉണ്ടോ സ്നാപ്പ് താഴ്ചാടുമൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് ലോക്കായി, നെക്സ്റ്റ് സൈഡ് ലോക്കായി. സോ 2 സൈഡും നോക്കായി. ഇനിയുള്ള പുറകിലത്തെ ഒരു പോർഷനാണ്. അപ്പോൾ പുറകിലെ പോർഷന് വേണ്ടിയിട്ടും ഒരു പീസുണ്ട് സ്നാപ്പ്. അപ്പോൾ ഇതെല്ലാം സ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണാണ് വരുന്നത്. കണ്ണ് lose control. Only so much I'm taking, so get yourself to safety. സോ അത്രേ ഉള്ളൂ. നമ്മുടെ ഹെൽമെറ്റ് റെഡിയായി. അപ്പോൾ ഇതിന് പെയിൻറ്റ് ചെയ്യാനാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ റിവ്യൂവിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫയലിന് പെയിൻറ്റ് ചെയ്യാം. You used to stop this world from spinning. Like Superman, you were the only one to find the strength in all that I was dealing with. This life like kryptonite. And if you keep me close, every minute in this hourglass you hold. Oh, oh, oh. To stop me from hitting the ground. In every goal there was a meaning. For this love ain't kryptonite. And if you keep me close, every minute in this hourglass you hold. Oh, oh, oh. And when I fall too deep, you'll be right when I wait to save me. Superhero in your sleep.
അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡെഡ്പൂൾ ഹെൽമെറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ചെയ്ത ഹെൽമെറ്റുകളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. മൂവിയായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉള്ള ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ്. സോ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫുള്ളി ഇങ്ങനെ മാഗ്നറ്റ്സൊക്കെ വെച്ചാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റൊക്കെ. അതുകൊണ്ട് നല്ല രസമാണ്. കുറച്ചുകൂടി സ്ലിമ്മാണ്, വെക്കാൻ എളുപ്പമാണ്. ഇത് ഇങ്ങനെ ഒറ്റ പീസാണെങ്കിൽ ഒരിക്കലും നമ്മുടെ തലയിൽ കയറില്ല. പക്ഷേ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് നന്നായിട്ട് സൈസ് കുറയ്ക്കാനും പറ്റും. വളരെ ഫിറ്റായിട്ട് ഈ ഹെൽമെറ്റിൻ്റെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ കിടിലൻ പ്രൊജക്റ്റായിരുന്നു. സോ നമ്മുടെ ഹെൽമെറ്റ് വെച്ച് കാണിക്കാം. ആരും തന്നെ നമ്മുടെ മെയിൻ പോർഷൻ എടുക്കുക. മെയിൻ പോർഷൻ ഇവിടെ വെച്ചു. പിന്നെ നമ്മുടെ 2 സൈഡാണ് ഒന്ന്. ഒരു സൈഡ് ഇവിടെ നിന്ന് കൊടുത്തു, സൈഡ് ഇവിടെ നിന്ന് കൊടുത്തു. പിന്നെ ബാക്ക് പീസ് അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഹെൽമെറ്റിൻ്റെ അസംബ്ലി വളരെ സിമ്പിളാണ്. പറയണൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ഹെൽമെറ്റാണ്. സോ കുഴപ്പമൊന്നുമില്ല. തലയൊക്കെ കാട്ടാം, ഇരിക്കാം, ചാടിപ്പോകുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് കാണാനും പറ്റും. സൂപ്പർ ഹെൽമെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിനി എന്തൊക്കെ പ്രോപ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെ സൂപ്പർ ഹീറോ പ്രോപ്സാണ്, അനിമേ പ്രോപ്സാണ് കാണാൻ താല്പര്യം, അതെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡെഫിനറ്റ്ലി അതെല്ലാം കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഞാൻ എടുക്കുന്ന എഫർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി കൺസിഡർ സബ്സ്ക്രൈബ്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ കൊണ്ടുപോയി.